ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു കത്തു സ്പേസി ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് കേരളത്തിലെ കായലുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നദികളെക്കുറിച്ച് 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കാണുമെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളൊരു ഏരിയയാണ് കേരളത്തിലെ കായലുകൾ. ഓക്കെ, അപ്പോൾ വേഗം ക്ലാസ്സിലേക്ക് പോകാം. ലാൻഡ് ഓഫ് ബാക്ക് വാട്ടേഴ്സ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഓക്കെ, ലാൻഡ് ഓഫ് ബാക്ക് വാട്ടേഴ്സ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അതുപോലെ തന്നെ ലാൻഡ് ഓഫ് ലഗൂൺസ് എന്നറിയപ്പെടുന്നതും കേരളം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ലാൻഡ് ഓഫ് ബാക്ക് വാട്ടേഴ്സ് അതുപോലെ തന്നെ ലാൻഡ് ഓഫ് ലഗൂൺസ് എന്നൊക്കെ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേരളത്തിലാകെ 34 കായലുകളാണ് ഉള്ളത്. കേരളത്തിൽ 44 നദികളും 34 കായലുകളുമാണ് ഉള്ളത്. അതിൽ ശുദ്ധജല തടാകങ്ങൾ ചോദിച്ചാൽ 7 എണ്ണമാണ്. ഓക്കെ, 34 കായലുകളിൽ 7 എണ്ണം ശുദ്ധജല തടാകവും അതുപോലെ തന്നെ കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകൾ 27 എണ്ണമാണ്. ഓക്കെ, അപ്പോൾ 34 കായലുകളുണ്ട്. അതിൽ 27 എണ്ണം കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുപോലെ തന്നെ ശുദ്ധജല തടാകമായിട്ട് 7 എണ്ണമാണ് ഉള്ളത്. കിട്ടിയല്ലോ. ഇനി എന്താണ് അഴി, അതുപോലെ തന്നെ എന്താണ് പൊഴി? കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അഴി. കായൽ കടലുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ അഴി എന്ന് പറയുന്നു. നീണ്ടകര അഴി സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിലാണ് നീണ്ടകര അഴി സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അന്ധകാരൻ അഴി സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. ഓക്കെ, അപ്പോൾ നീണ്ടകര അഴി കൊല്ലത്താണ്, അന്ധകാരൻ അഴി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ താൽക്കാലിക ഒരു മണൽത്തിട്ടയാണ് പൊഴി എന്നറിയപ്പെടുന്നത്. അപ്പോൾ കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം അഴിയാണ്. കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തുള്ള താൽക്കാലികമായിട്ടുള്ളൊരു മണൽത്തിട്ടേനെയാണ് നമ്മൾ പൊഴി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ കായലുകൾ പഠിക്കാം. ഫസ്റ്റ് വൺ വേമ്പനാട്ട് കായലാണ്. ഓക്കെ, വേമ്പല നാട് എന്ന നാട്ടുരാജ്യത്തിൻ്റെ പേരിൽ നിന്നാണ് വേമ്പനാട് എന്ന വാക്കുണ്ടായത്. എന്താണ്? വെമ്പല നാട് എന്ന നാട്ടുരാജ്യത്തിൻ്റെ പേരിൽ നിന്നാണ് നമുക്ക് വേമ്പനാട് എന്ന വാക്കുണ്ടായത്. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. ഓക്കെ, കൊച്ചി തുറമുഖം എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. വേമ്പനാട്ട് കായലിൻ്റെ വിസ്തീർണം 205 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ, 205 ചതുരശ്ര കിലോമീറ്ററാണ് വേമ്പനാട്ട് കായലിൻ്റെ വിസ്തീർണം. ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. അതും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. 205 ചതുരശ്ര കിലോമീറ്റർ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ വേമ്പനാട്ട് കായൽ എന്തൊക്കെയാണ്? വെമ്പല നാട് എന്ന നാട്ടുരാജ്യത്തിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയാണ് ആ പേര് ലഭിക്കുന്നതെന്ന് പറഞ്ഞു. 205 ചതുരശ്ര കിലോമീറ്റർ എന്നുള്ളത് ഓർത്തിരിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ തടാകമാണെന്നും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇന്ത്യയിൽ തന്നെ നോക്കുമ്പോൾ ഏറ്റവും നീളം കൂടിയ കായലും ഏത് തന്നെയാണ്? വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ കായലും കൂടിയാണ് നമ്മുടെ വേമ്പനാട്ട് കായൽ, 96 കിലോമീറ്റർ. ഓക്കെ, ഇനി 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം നടന്ന ജലാശയമാണ് കൊച്ചി കായൽ അല്ലെങ്കിൽ വേമ്പനാട്ട് കായൽ. ഓക്കെ, കായൽ സമ്മേളനത്തെക്കുറിച്ച് കേട്ട് കാണും. 1913 അപ്പോൾ അത് നടന്നതും എവിടെ തന്നെയാണ്? കൊച്ചി കായൽ അല്ലെങ്കിൽ വേമ്പനാട്ട് കായൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് ഏതാണ്? വെല്ലിംഗ്ടൺ ദ്വീപാണ്. അതുപോലെ തന്നെ വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ചോദിച്ചിട്ടുണ്ട്, പാതിരാമണലാണ്. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കുക. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെല്ലിംഗ്ടൺ ദ്വീപാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാതിരാമണലാണ്. ഇനി നോക്കൂ, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമായ ആലപ്പുഴയിലെ പുന്നമടക്കായലാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു? പുന്നമടക്കായലിലാണ്. പക്ഷേ ഈ പുന്നമടക്കായൽ എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. വേമ്പനാട്ട് കായലിൻ്റെ ആലപ്പുഴ ഭാഗത്തൊക്കെ അറിയപ്പെടുന്നത് പുന്നമടക്കായലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. പക്ഷേ പുന്നമടക്കായലിൽ തന്നെ നമ്മൾ ഉത്തരം എഴുതണം. ഓക്കെ, ഇനി ജലത്തിൻ്റെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. നമ്മളും പറഞ്ഞതാണ്. വേമ്പനാട്ട് കായൽ അതിർത്തി പങ്കിടുന്ന ജില്ലകൾ എറണാകുളം, ആലപ്പുഴ, കോട്ടയം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വേമ്പനാട്ട് കായൽ അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? എറണാകുളം, ആലപ്പുഴ, കോട്ടയമാണ്. വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിൽ കൃഷി ആരംഭിച്ച ദിവാൻ വേലുത്തമ്പി ദളവയാണ്. വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിൽ കൃഷി ആരംഭിച്ച ദിവാനാരാണ്? നമ്മുടെ വേലുത്തമ്പി ദളവയാണ്. വേമ്പനാട്ട് കായലിലെ കുമരകം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയമാണ്. അപ്പോൾ കുമരകം വിനോദസഞ്ചാര കേന്ദ്രം കോട്ടയത്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പാതിരാമണൽ, വൈപ്പിൻ, കടമക്കുടി, വല്ലാർപാടം, വെല്ലിംഗ്ടൺ എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന കായലും കൂടിയാണ് നമ്മുടെ വേമ്പനാട്ട് കായൽ. ഏതൊക്കെയാണ്? പാതിരാമണൽ, വൈപ്പിൻ, കടമക്കുടി, വല്ലാർപാടം, വെല്ലിംഗ്ടൺ. ഈ ദ്വീപുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ വേമ്പനാട്ട് കായലിലാണെന്ന് ഓർത്തിരിക്കാം. ഇനി തണ്ണീർമുക്കം ബണ്ട്, അതുപോലെ തന്നെ തോട്ടപ്പള്ളി സ്പിൽവേ, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന കായലും കൂടിയാണ് നമ്മുടെ വേമ്പനാട്ട് കായൽ. അപ്പോൾ തണ്ണീർമുക്കം ബണ്ട് 1975 കേട്ടോ. അതിൽ 74 കൊടുത്തതാണ്.
75 വേറെ റാങ്ക് ഫയലിലൊക്കെ കണ്ടിട്ടുള്ളത്. തോട്ടപ്പള്ളി സ്പിൽവേ 1955. അപ്പോൾ ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിൽ തന്നെയാണ്. അപ്പോൾ എറണാകുളം, ആലപ്പുഴ, കോട്ടയം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്താണ്? കുമരകം വിനോദസഞ്ചാരം ഒന്ന് ശ്രദ്ധിക്കുക. പാതിരാമണൽ, വൈപ്പിൻ, കടമക്കുടി, വല്ലാർപാടം, വെല്ലിംഗ്ടൺ ദ്വീപുകളൊന്ന് ശ്രദ്ധിക്കുക. തണ്ണീർമുക്കം ബണ്ട്, അതുപോലെ തന്നെ തോട്ടപ്പള്ളി സ്പിൽവേ വർഷം ശ്രദ്ധിക്കുക കേട്ടോ. അതൊക്കെ എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ്. ഇനി ഇന്ത്യയിൽ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് കൊച്ചി തുറമുഖം. അപ്പോൾ ഇന്ത്യയിൽ ഒരു തുറമുഖം മാത്രമാണ് എന്ത് പറയണത്? തടാകത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അത് നമ്മുടെ കൊച്ചി തുറമുഖമാണെന്ന് പറയണം. ഇനി വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികളുണ്ട്. പമ്പ, അച്ചൻ കോവിലാർ, മണിമലയാർ, മീനച്ചിലാർ, മൂവാറ്റുപുഴ. ഇതൊക്കെ നമ്മൾ വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് പമ്പ. പമ്പ പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. അതുപോലെ തന്നെ അച്ചൻ കോവിലാർ, മണിമലയാർ, മീനച്ചിലാർ, മൂവാറ്റുപുഴ. കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിപ്പത്തിൽ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടി കായൽ. അഷ്ടമുടി കായൽ രണ്ടാമത്തെ വലിയ കായലാണ് കേരളത്തിലെ. 61.4 ചതുരശ്ര കിലോമീറ്ററാണ്. വേമ്പനാട്ട് കായൽ നമ്മൾ പറഞ്ഞു 205 ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു അല്ലേ. അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ഓക്കെ, അഷ്ടമുടി കായൽ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഈ അഷ്ടമുടി കായലാണ്. ഓക്കെ, ശുദ്ധജല തടാകങ്ങളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലാണ്. ഇനി പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമട കായലിലാണ്. എന്നാൽ പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അഷ്ടമുടി കായലിലാണ്. മറക്കരുത് കേട്ടോ. ഇനി പെരുമൺ തീവണ്ടി അപകടം നടന്നത് എവിടെയാണ്? അഷ്ടമുടി കായലിലാണ്. ഓക്കെ, പെരുമൺ തീവണ്ടി അപകടം നടന്ന കായലും കൂടിയാണ് അഷ്ടമുടി കായൽ. പെരുമൺ തീവണ്ടി അപകടം നടന്നത് 1988 ജൂലൈ 8 1988 ജൂലൈ 8 പെരുമൺ തീവണ്ടി അപകടം നടക്കുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് അഷ്ടമുടി പുന്നമട കായലിലാണ്. ഓക്കെ, കേരളത്തിലെ തന്നെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? അഷ്ടമുടി പുന്നമട കായലിലാണ്. ഇനി അടുത്ത് അഷ്ടമുടി കായൽ കടലുമായി ചേരുന്ന ഭാഗമാണ് നീണ്ടകര അഴി. നീണ്ടകര അഴി എവിടെയാണെന്ന് പറഞ്ഞു നമ്മൾ? കൊല്ലത്താണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അഷ്ടമുടി കായൽ കടലുമായി ചേരുന്ന ഭാഗത്തിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? നീണ്ടകര അഴിയാണ്. ഇനി അടുത്തതാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായൽ എന്ന് പറയാം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. നമുക്കറിയാം 7 ശുദ്ധജല തടാകമുണ്ട്. അതിൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് നമ്മുടെ ശാസ്താംകോട്ട എന്ന് പറയുന്നത്. കായലുകൾ മൊത്തം 34ആണ്. ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. രണ്ടാമത്തെ അഷ്ടമുടി കായലാണ്. ഇതൊക്കെ എന്താണ്? കടലുമായി ചേർന്ന് കിടക്കുന്നതാണ്. പക്ഷേ ശുദ്ധജല തടാകങ്ങൾ നോക്കുമ്പോൾ 27 പിന്നെ 7 എണ്ണമാണ് ശുദ്ധജല തടാകം വരുന്നത്. ആ 7 എണ്ണത്തിലെ ഏറ്റവും വലുത് ചോദിച്ചാൽ ശാസ്താംകോട്ട കായലാണ്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. കൊല്ലം ജില്ലയിലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു കായൽ അല്ലെങ്കിൽ തടാകമാണ് പൂക്കോട് തടാകം. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകമാണ് പൂക്കോട്. ഓക്കെ, സമുദ്ര ജലനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ചോദിച്ചാൽ പൂക്കോട് തടാകമാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ്. ചെറുത് പൂക്കോടാണ്. ഓക്കെ, 7 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, 7 ശുദ്ധജല തടാകങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് പറഞ്ഞു നമ്മൾ? ശാസ്താംകോട്ടയാണ്, കൊല്ലം ജില്ലയിലാണ്. ഏറ്റവും ചെറുത് പൂക്കോടാണ്. പൂക്കോട് തടാകം അത് വയനാട് ജില്ലയിലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകം ചോദിച്ചാലും ഏത് തന്നെയാണ്? പൂക്കോട് തടാകം തന്നെയാണ്. ഇനി പനമരം നദി ഉത്ഭവിക്കുന്നത് പൂക്കോട് തടാകത്തിൽ നിന്നാണ്. പനമരം അത് എന്ന നദി ഉത്ഭവിക്കുന്നത് എന്താണ്? പൂക്കോട് തടാകത്തിൽ നിന്നാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ പൂക്കോട് തടാകം എവിടെയാണ്? വയനാട്. അതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധ തടാകം പിന്നെന്താണ്? പനമരം നദി ഉത്ഭവിക്കുന്ന പൂക്കോട് തടാകത്തിൽ നിന്നാണ്. ഓക്കെ, പനമരം എന്നുള്ള നദി ഉത്ഭവിക്കുന്നത് പൂക്കോട് തടാകത്തിൽ നിന്നാണ്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എല്ലാം ചോദിച്ചിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ്. വയനാട് ജില്ലയിലാണ്. ഓക്കെ, ഇതെല്ലാം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് വെള്ളായണി കായലാണ് കേട്ടോ. കേരളത്തിൻ്റെ ഏറ്റവും തെക്കുള്ള കായലാണ് വെള്ളായണി കായൽ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ. അപ്പോൾ ശാസ്താംകോട്ട കായൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സെക്കൻഡ് ലാർജസ്റ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വെള്ളായണി കായലാണ്. അതുപോലെ തന്നെ ഇത് തിരുവനന്തപുരം ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും തെക്കുള്ള കായൽ ചോദിച്ചാലും വെള്ളായണി കായൽ തന്നെയാണ്. ഇനി അടുത്ത് ഉപ്പളക്കായലുണ്ട്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായലാണ് ഉപ്പളക്കായൽ. ഉപ്പളക്കായൽ കാസർഗോഡ് ജില്ലയിലാണ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഏതാണ്? ഉപ്പളക്കായലാണ്. ഉപ്പളക്കായൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിലെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള തടാകമാണ് മാനാഞ്ചിറ തടാകം.
കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകമാണ് മാനാഞ്ചിറ തടാകം, കോഴിക്കോട് ജില്ലയിലാണ്. അതുപോലെ തന്നെ BM കായൽ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, BM കായൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, മലപ്പുറം ജില്ലയിലാണ്. അതുപോലെ തന്നെ വേളിക്കായൽ, കഠിനംകുളം, അഞ്ചുതെങ്ങ്, ആക്കുളം, ഇടവ എന്നീ കായലുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ, വേളിക്കായൽ, കഠിനംകുളം, അതുപോലെ തന്നെ അഞ്ചുതെങ്ങ്, ആക്കുളം, ഇടവ എന്നീ പേരിലുള്ള കായലുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇനി കഠിനംകുളം കായലിനെ വേളിക്കായലുമായി ബന്ധിപ്പിക്കുന്നത് പാർവതി പുത്തനാറാണ്. ഓക്കെ, പാർവതി പുത്തനാർ എന്താണ്? കഠിനംകുളം കായലിനെ വേളിക്കായലുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഇനി കൈതപ്പുഴ കായൽ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. ഓക്കെ, കൈതപ്പുഴ കായൽ എവിടെയാണ്? ആലപ്പുഴയിലാണ്. ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള ഹൃദയ സരസ് സ്ഥിതി ചെയ്യുന്നത് ചെമ്പ്ര കൊടുമുടിയിലാണ്, വയനാട് ജില്ലയിലാണ്. അപ്പോൾ ഹൃദയാകൃതിയിലുള്ള തടാകം ചോദിച്ചാൽ മേപ്പടി തടാകമാണ് കേട്ടോ. അതെവിടെയാണ്? വയനാട് ജില്ലയിലാണ്, ചെമ്പ്ര കൊടുമുടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്തത് കവ്വായി കായൽ ചോദിച്ചിട്ടുണ്ട്. കവ്വായി കായൽ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഓക്കെ, BM കായൽ ചോദിച്ചിട്ടുണ്ട്, അതെവിടെയാണെന്ന് പറഞ്ഞു? മലപ്പുറം ജില്ലയിലാണ്. ഇത് കവ്വായി കായൽ ചോദിച്ചിട്ടുണ്ട്, കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ കർലാട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാടാണ്. കർലാട് തടാകം എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ മാനാഞ്ചിറ തടാകം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. മാനാഞ്ചിറ സ്ക്വയറൊക്കെ കോഴിക്കോടാണ്, അപ്പോൾ അങ്ങനെ തന്നെ കണക്ട് ചെയ്യാം. മാനാഞ്ചിറ തടാകം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ഇനി ചേറ്റുവ കായലുണ്ട്, സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ചേറ്റുവ കായൽ തൃശ്ശൂരാണ്. അതുപോലെ തന്നെ ഇലത്തൂർ കായൽ കോഴിക്കോടാണ്. ഇലത്തൂർ കായൽ കോഴിക്കോടാണ്. ഇലവീഴ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. ഇലവീഴ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. അപ്പോൾ ചേറ്റുവ കായൽ തൃശ്ശൂർ, ഇലത്തൂർ കായൽ കോഴിക്കോട്, ഇലവീഴ പൂഞ്ചിറ കോട്ടയം. ഇനി വളപ്പട്ടണം പുഴയെ കവ്വായി കായലുമായി ബന്ധിപ്പിക്കുന്ന കനാലാണ് സുൽത്താൻ കനാൽ, കണ്ണൂർ ജില്ലയിലാണ്. വളപ്പട്ടണം എന്നുള്ള പുഴയെ കവ്വായി കായലായിട്ട് ബന്ധിപ്പിക്കുന്നത് സുൽത്താൻ കനാലാണ്, കണ്ണൂർ ജില്ലയിലാണ്. ഇനി അങ്കലപ്പുഴ കായലിനെ കുറ്റ്യാടിപ്പുഴയുമായി ബന്ധിപ്പിക്കുന്ന കനാലാണ് പയ്യോളി കനാൽ, കോഴിക്കോട് ജില്ലയിലാണെന്ന് ഓർത്തിരിക്കാം. അകലപ്പുഴ കായലിനെ കുറ്റ്യാടിപ്പുഴയുമായി ബന്ധിപ്പിക്കുന്ന കനാലാണ് പയ്യോളി കനാൽ, കോഴിക്കോട് ജില്ല. ഓക്കെ, അതുപോലെ തന്നെ കല്ലായി പുഴ, ബേക്കൽ പുഴ എന്നിവയെ ബന്ധിപ്പിക്കുന്ന കനാലാണ് കനോലി കനാൽ. കനോലി പ്ലോട്ട് എന്നൊക്കെ കേട്ട് കാണും അല്ലേ? അപ്പോൾ കല്ലായി പുഴ, അതുപോലെ തന്നെ ബേക്കൽ പുഴ, ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാലാണ് കനോലി കനാൽ. ഇനി ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാലാണ് പൊന്നാനി കനാൽ. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് പൊന്നാനി കനാൽ. ഇനി ഷൺമുഖം കനാൽ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. ഷൺമുഖം കനാൽ എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. കേരളത്തിൽ നിന്നും റംസാർ പട്ടികയിൽ 2002 ഉൾപ്പെട്ട കായലുകളാണ് നമ്മുടെ വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കേരളത്തിൽ നിന്നും റംസാർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള കായലുകളാണ് വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായൽ. 2002 റംസാർ പട്ടികയിൽ ഇടം ലഭിച്ചിട്ടുള്ളത്, അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നോക്കൂ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കേരളത്തിലൊരു തടാകമാണ് ദളവാക്കുളം. ഓക്കെ, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ തടാകമാണ് എന്താണ്? ദളവാക്കുളം എന്ന് അറിയപ്പെടുന്നത്. ഇനി കായലുകളും അതിൻ്റെ ആകൃതിയും ചോദിച്ചിട്ടുണ്ട്. പനയുടെ ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടിക്കായൽ. അതുപോലെ തന്നെ നീരാളിയുടെ ആകൃതിയിലുള്ളതും അഷ്ടമുടിക്കായൽ തന്നെ. ഓക്കെ, പനയുടെ ആകൃതി അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് അഷ്ടമുടിക്കായൽ. അതുപോലെ എഫ് ഷേപ്ഡ് ആയിട്ടുള്ളത്, എഫ് ആകൃതിയിൽ കാണപ്പെടുന്നത് ശാസ്താംകോട്ട തടാകമാണ്. എഫ് ഷേപ്ഡ് എന്താണ് തടാകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശാസ്താംകോട്ട തടാകമാണ്. ഹൃദയത്തിൻ്റെ ആകൃതി ഹൃദയ സരസ് അല്ലെങ്കിൽ മേപ്പാടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഹൃദയ സരസ്സെന്നും മേപ്പാടി എന്നും പറയാം. ഹൃദയാകൃതിയിലുള്ള തടാകമാണ്. മേപ്പാടി എന്നുള്ളതാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ളത് പൂക്കോട് തടാകമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതും അതുപോലെ എന്താണ് പറഞ്ഞത്, ശുദ്ധജല തടാകങ്ങളിൽ ഏറ്റവും ചെറുതും പൂക്കോട് തടാകമാണ്, വയനാട് ജില്ലയിലാണ്. അത് ഭൂപടത്തിൻ്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇനി ഹൃദയ സരസ് നമ്മുടെ എന്താണ് ഹൃദയത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന വയനാട്ടിലുള്ള തടാകമാണ് ഹൃദയ സരസ്. പിന്നെ എഫ് ഷേപ്പായിട്ടുള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായിട്ടുള്ള ശാസ്താംകോട്ട തടാകമാണ്. അതുപോലെ തന്നെ നീരാളിയുടെയും പനയുടെ ഒക്കെ ആകൃതിയിലുള്ളതാണ് അഷ്ടമുടിക്കായൽ, കൊല്ലം ജില്ലയിലാണ്. എന്താണ് തടാകങ്ങളിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള തടാകമാണ് അഷ്ടമുടിക്കായൽ. ഇത്രയും കിട്ടിയല്ലോ. ഇനി നമുക്ക് കേരളത്തിലെ 7 ശുദ്ധജല തടാകങ്ങളെ കുറിച്ചൊന്ന് പഠിക്കാം. അത് ഏതൊക്കെ ജില്ലയിലാണെന്ന് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കേട്ടോ. ഏറ്റവും വലുത് ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ്. പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ് വെള്ളായണി കായൽ നമ്മൾ പറഞ്ഞൂല്ലേ, തിരുവനന്തപുരം ജില്ലയിലാണ്, ഏറ്റവും തെക്കേ അറ്റത്തുള്ളതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പൂക്കോട് തടാകം സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലുള്ളതും ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ളതും ഏറ്റവും ചെറുതുമായിട്ടുള്ള ശുദ്ധജല തടാകം അല്ലേ, അത് വയനാട് ജില്ലയിലാണ്. പിന്നെ മുരിയാട് തടാകം, ഏനാമാക്കൽ, മനക്കൊടി, ഇതൊക്കെ തൃശ്ശൂരാണ്. ഓക്കെ, ശ്രദ്ധിക്കട്ടെ, 3 ശുദ്ധജല തടാകങ്ങളുള്ളത് തൃശ്ശൂരാണ് കേട്ടോ, 7 അതുപോലെ തന്നെ വാരാപ്പുഴ എറണാകുളത്താണ്. വാരാപ്പുഴ എന്നുള്ള ശുദ്ധജല തടാകം ഉള്ളത് എറണാകുളത്താണ്. അപ്പോൾ ഈ 7 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതുപോലെ വേമ്പനാട്ട് കായൽ പറഞ്ഞു അല്ലേ,
ഏതാണ്? എറണാകുളം, ആലപ്പുഴ, കോട്ടയം. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ, മാറിപ്പോരുത്. അതുപോലെ തന്നെ നമ്മുടെ കൊല്ലത്താണ് അഷ്ടമുടിക്കായലുള്ളത്, അതൊക്കെ ഓർത്തിരിക്കുക ജില്ലകൾ. ഇനി അടുത്ത് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നതാണ് തണ്ണീർത്തടങ്ങൾ. ഭൂമിയുടെ രക്തധമനികൾ എന്നറിയപ്പെടുന്നത് നദികളാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണ്. ഭൂമിയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് കണ്ടൽക്കാടുകളാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഭൂമിയുടെ വൃക്കകൾ തണ്ണീർത്തടമാണ്. ഭൂമിയുടെ രക്തധമനി എന്നറിയപ്പെടുന്നത് നദികളാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണ്. ഭൂമിയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് കണ്ടൽക്കാടുകളാണ്. ഇനി റംസാർ കൺവെൻഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. നീർത്തടങ്ങളെ സംരക്ഷിക്കുന്നതിനും സുസ്ഥിരമായി ഉപയോഗപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള അന്താരാഷ്ട്ര കരാറാണ് റംസാർ കരാർ. റംസാർ ഇറാനിലെ ഒരു സ്ഥലമാണ്. 1971 ഫെബ്രുവരി 2-നാണ് റംസാറിൽ ആണ് ഈ ഒരു കരാർ ഒപ്പുവെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നീർത്തടങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അന്താരാഷ്ട്ര കരാറാണ് റംസാർ കരാർ. അപ്പോൾ ആ റംസാറിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വേമ്പനാട്ടുകായലും അതുപോലെ അഷ്ടമുടിക്കായലും ശാസ്താംകോട്ടയും 2002 നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ 1971 ഫെബ്രുവരി 2 റംസാർ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് ഒപ്പുവെച്ചിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത്. ഇറാനിലാണ് കേട്ടോ റംസാർ, അതുകൊണ്ട് ഓർത്തിരിക്കുക. ലോക തണ്ണീർത്തടം അതുകൊണ്ട് നമ്മൾ ഫെബ്രുവരി 2 ആചരിച്ചു വരുന്നത്. ഇത്രയും കിട്ടിയല്ലോ. ഇനി നമുക്ക് കേരളത്തിലെ കുറച്ച് ദ്വീപുകളെ കുറിച്ചൊന്ന് പഠിക്കാം. കൊച്ചി തുറമുഖത്തിൻ്റെ ആഴം കൂട്ടാനായി എടുത്ത മണ്ണ് നിക്ഷേപിച്ചിട്ടുണ്ടായ ദ്വീപ് വെല്ലിംഗ്ടൺ ദ്വീപാണ്. ചോദിച്ചിട്ടുണ്ട്, കൊച്ചി തുറമുഖത്തിൻ്റെ ആഴം കൂട്ടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു മണ്ണ് നിക്ഷേപിച്ചിട്ടുണ്ടായിട്ടുള്ള ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. കേരളത്തിലെ ആദ്യത്തെ കൃത്രിമ ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. ഇനി അതുപോലെ തന്നെ അനന്തൻ തോപ്പ് എന്നറിയപ്പെടുന്നത് പാതിരാമണൽ ദ്വീപാണ്. ഓക്കെ, അനന്തൻ തോപ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പാതിരാമണൽ ദ്വീപാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് കുറുവ ദ്വീപ്, വയനാടാണ്. ഓക്കെ, കുറുവ ദ്വീപ് നമ്മൾ കബനി നദിയൊക്കെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറുവ ദ്വീപിനെ കുറിച്ച്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ചോദിച്ചാൽ ഏതാണ്? കുറുവ ദ്വീപാണ്, വയനാട് ജില്ല. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ദ്വീപാണ് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപ്. ഓക്കെ, എറണാകുളത്തെ വൈപ്പിൻ ദ്വീപാണ് കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത ഏറിയ ദ്വീപ്. ഇത്രയും കിട്ടിയല്ലോ. ഇനി ഓരോ ദ്വീപുകളും അതിൻ്റെ ജില്ലകളും വേഗം പറഞ്ഞു പോവാട്ടോ. മരക്കുന്നം ദ്വീപ് തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ, മരക്കുന്നം ദ്വീപ് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി കൊല്ലം ജില്ലയിലുള്ളതാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ ദ്വീപ്, പൂത്തുരുത്ത്, അതുപോലെ പള്ളിയാം തുരുത്ത്, മൺട്രോ തുരുത്ത്. ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് മൺട്രോ തുരുത്താണ്. അപ്പോൾ മരക്കുന്നം ദ്വീപ് തിരുവനന്തപുരം ചോദിച്ചിട്ടുണ്ട്, മൺട്രോ തുരുത്ത് കൊല്ലം ജില്ല. ഇനി പരുമല ദ്വീപ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പത്തനംതിട്ടയിലാണ്. പരുമല ദ്വീപ് പത്തനംതിട്ടയിലാണ്. കാക്കാത്തുരുത്ത് അതുപോലെ തന്നെ പാതിരാമണൽ ദ്വീപ് രണ്ടും ആലപ്പുഴയിലാണ്. രണ്ടും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കാക്കാത്തുരുത്തും പാതിരാമണൽ ദ്വീപും ആലപ്പുഴയിലാണ്. അതുപോലെ തന്നെ പെരുമ്പളം ദ്വീപ്, അതുപോലെ ചിത്രക്കായൽ ദ്വീപ്, ഇതൊക്കെ എവിടെയാണ്? ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്. ഇനി പറയണത് എറണാകുളം ജില്ലയിലുള്ള ദ്വീപുകളാണ്. കടമക്കുടി, ഗുണ്ടു ദ്വീപ്, പിഴല ദ്വീപ്, ഗോതുരുത്ത്, രാമൻ തുരുത്ത്, നെടുങ്കാട് ദ്വീപ്, കോതാട് ദ്വീപ്, ഇതൊക്കെ എവിടെയാണ്? എറണാകുളം ജില്ലയിലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, കടമക്കുടിയൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കേട്ടോ അതിൽ. ഇനി എഴുമാന്തുരുത്ത്, അത് കോട്ടയം ജില്ലയിലാണ്. എഴുമാന്തുരുത്ത് കോട്ടയം ജില്ലയിലാണ്. ഇനി കോഴിക്കോട് ജില്ലയിലാണ് ചാലിയൻ ദ്വീപും വെള്ളിയാങ്കല്ല് ദ്വീപും. ഓക്കെ, ചാലിയൻ ദ്വീപ്, വെള്ളിയാങ്കല്ല് ദ്വീപൊക്കെ കോഴിക്കോട് ജില്ലയിലാണ്. ഇനി ബാക്കിയുള്ള ദ്വീപുകളൊക്കെ കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. ധർമ്മടം ദ്വീപ് അല്ലെങ്കിൽ പച്ചത്തുരുത്ത് എന്ന് പറഞ്ഞാലും ഓക്കെ. അപ്പോൾ ധർമ്മടം ദ്വീപ്, പാമ്പുരുത്തി ദ്വീപ്, തെക്കുംപാട് ദ്വീപ്, കൗവായി ദ്വീപ്, അതുപോലെ മാടക്കൽ, എടയലക്കാട്, വടക്കേക്കാട്, കാക്കാത്തുരുത്തി, വെടിമാട് ദ്വീപ്, ഇതൊക്കെ എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. ഓക്കെ, അതിൽ ചാലിയം ഓർത്തിരിക്കുക, വെള്ളിയാങ്കല്ല് ദ്വീപ് ഓർത്തിരിക്കുക, ധർമ്മടം ദ്വീപ്, കൗവായി ദ്വീപൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. കാക്കാത്തുരുത്തി, വെടിമാട് ദ്വീപ് കണ്ണൂർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ കായലുകൾ. അപ്പോൾ നമ്മളിപ്പോൾ ഒരുവിധം ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ കേരളത്തിൻ്റെ കായിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു 50 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. അത് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇടാം. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കേരളം നന്നായി തന്നെ പഠിക്കുക. 10 മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ. പിന്നെ PYQയിലാണ് നമുക്ക് ഒരുപാട് എക്സ്ട്രാ ചോദ്യങ്ങളൊക്കെ കിട്ടാം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വരിക. അപ്പോൾ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്